ഇന്ന് നമുക്ക് അരി അരയ്ക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ അരി കുതിർത്ത് അത് അരച്ചൊക്കെ എടുക്കാനായിട്ട് കുറേയേറെ സമയം വേണ്ടി വരും. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അരിപ്പൊടി വെച്ച് ഒരു 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല പൂ പോലെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കതിലേക്ക് വേണ്ടുന്ന കപ്പി കാച്ചിയെടുക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കപ്പി കാച്ചുക എന്നാണ് പറയുന്നത്. മറ്റുള്ളിടത്തൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം റവ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ കപ്പി കാച്ചാതെ ചോറരച്ചൊക്കെ ഞാനിതിന് മുമ്പ് പഴയ ചാനലിൽ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ സാധാരണ ട്രഡീഷണലി ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ അരി അരയ്ക്കുന്നതിന് പകരം അരിപ്പൊടിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇതിനി നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ പണ്ടുള്ളവരൊക്കെ ഈ അരി പൊടിപ്പിച്ചതിന് ശേഷം അത് ഇങ്ങനെ തെള്ളിയെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിയായിട്ടുള്ള തരി കാണുമല്ലോ, അതായിരുന്നു കപ്പിയൊക്കെ കാച്ചാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിവിടെ അങ്ങനെ അരി പൊടിപ്പിച്ചത് തെള്ളിയെടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ റവയാണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വെള്ളം ചൂടായതിന് ശേഷം മാത്രമേ അതിലേക്ക് റവ ഇടാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ റവ അങ്ങ് വല്ലാതെ കട്ട പിടിച്ചങ്ങ് പോവും. ഞാൻ ഈ വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് ആ റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച ആ റവയൊക്കെ വെന്ത് ഒന്ന് കുറുകിയിട്ടുണ്ട്. പിന്നെ സാധാരണ പണ്ടുള്ളവരൊക്കെ കപ്പി കാച്ചുന്ന പോലെ അത്ര തിക്കായിട്ടല്ല ഞാൻ ഇന്നത്തെ ഈ അപ്പത്തിന് വേണ്ടി ഈ കപ്പി കാച്ചി എടുത്തിട്ടുള്ളത്. ഇത് ഇച്ചിരി ലൂസായിട്ടാണ് കേട്ടോ. പക്ഷേ ആ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുത്ത് വരുന്നതിന് വേണ്ടിയിട്ടൊന്ന് വയ്ക്കാം. നമ്മുടെ ആ റവയുടെ മിക്സ് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം സൈസ് തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങ് നല്ല പേസ്റ്റ് പോലെ അരയണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1-2 ചുവന്നുള്ളിയും അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കാം. ഞാൻ പക്ഷേ ഇന്ന് ഉള്ളിയൊന്നും ഇതിലേക്ക് ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ ആ തേങ്ങയും ജീരകവും കൂടി ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് ഫൈൻ പേസ്റ്റ് പോലെ ആകരുത് കേട്ടോ. അടുത്തായിട്ട് ഇന്നത്തെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ വേണ്ടിയിട്ട്, ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അതുപോലത്തെ വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ചിട്ടുള്ള ആ റവയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ ആ ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഈസ്റ്റിൻ്റെ മിക്സ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഇതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ തേങ്ങയും ജീരകവും കൂടി അരച്ചെടുത്തിട്ടുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ വെള്ളയപ്പത്തിൻ്റെ മാവെന്ന് പറഞ്ഞാൽ ഇഡലിയുടെയൊക്കെ മാവുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആയി കിട്ടുന്നത്. നിങ്ങൾ ഈ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ഇഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. ഒത്തിരി അങ്ങ് നീണ്ടു പോകരുത്. ഇതിനെ ഞാൻ കൈയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്പം പോലും കട്ട കെട്ടാതെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒരു 1-2 മിനിറ്റ് നമുക്ക് കൈ കൊണ്ടിത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്തതിൻ്റെ സ്ഥാനത്ത് തേങ്ങാവെള്ളം ആണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ആ തേങ്ങ അരയ്ക്കുമ്പോഴൊക്കെ തേങ്ങാവെള്ളം വെച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. എൻ്റെ കയ്യിൽ ഇന്ന് തേങ്ങാവെള്ളം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി നമുക്ക് അടച്ച് വെക്കണം. ഇതിനി നമുക്ക് അടച്ചൊരു 5 മണിക്കൂർ, 5 മുതൽ 6 മണിക്കൂർ വരെ വേണ്ടി വരും. നല്ല വാമായിട്ടുള്ള ചൂടുള്ള ഒരു സ്ഥലത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് പൊങ്ങി കിട്ടും കേട്ടോ. പിന്നെ ചിലപ്പോൾ തണുപ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂറോളം വേണ്ടി വരും. അപ്പോൾ ഇത് പൊങ്ങിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അപ്പം ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞ് നമുക്കിത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഞാനിവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ്, ഇതിൻ്റെ തിക്നെസ്സൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നീട്ടേണ്ട കാര്യമൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് തന്നെയുണ്ട്. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അപ്പം ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരുമ്പ് ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഈ തവ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തവിക്കൊരു 2 തവിയോളം മാവ് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഇതങ്ങ് ദോശയൊന്നും പരത്തുന്ന പോലെ പരത്തണ്ട കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഈ കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ. അതിന് ശേഷം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കി വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ അടച്ച് കുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും 2 സൈഡുമായിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. ഇതിനെ നമുക്ക് ഒരു പാനിലേക്കൊന്ന് മാറ്റാം. ഞാനിവിടെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല സോഫ്റ്റാണ്. കണ്ടോ, നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റൂവിൻ്റെയും ബീഫ് കറികളുടെയൊക്കെ കൂട്ടത്തിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അപ്പമാണ്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.